ശ്യാമേ കുഞ്ഞേച്ചി 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 നമ്മുടെ പപ്പി മോള്. നീ വാ, നമുക്ക് നോക്കാം. നീ വന്ന് വണ്ടി കയറ. വാ. ചേട്ടാ പോ. ഇനി എങ്ങോട്ടാ? നേരെ പോട്ടെ. ഉറങ്ങുന്നത് വരെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയതാ കുഞ്ഞേച്ചി. പിന്നെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന. പേടിച്ച് വല്ല കടയുടെ വരാന്തയിലും കയറി നിപ്പുണ്ടാവും. നമുക്ക് നോക്കാന്നേ. നീ സമാധാനിക്ക. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എനിക്ക് സഹിക്കാൻ വയ്യ കുഞ്ഞേച്ചി. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നെ? ഓളെ കാണാനില്ലെന്ന കാര്യം പറയണേ. ഞാൻ രോഹിത്തിനെ എങ്ങനെയൊക്കെ വിളിച്ചെന്നറിയോ? രോഹിത്ത് എഴുന്നേറ്റില്ല കുഞ്ഞേച്ചി. രോഹിത്തിനിപ്പൊ മദ്യം മതിയല്ലോ. ഞങ്ങളെ ആരെയും വേണ്ട. രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ശ്യാമേ. അവനിപ്പോ നിങ്ങളിന്ന് ഒരുപാട് അകലെയാ. പിന്നെ അവൻ എങ്ങനെയാ ഇങ്ങനെ തിരക്കി നടക്കുന്നത്? എന്നാലും കുഞ്ഞേച്ചി, നമ്മുടെ മോള്, അവൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിക്കില്ല. ദൈവമുണ്ട് അവൾക്ക് കൂട്ടായിട്ട്. നമ്മളെ കാത്തതേ അവൾ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും. ഇനി എങ്ങോട്ടാ മാഡം? അത് നമുക്കേ ആ ബസ് സ്റ്റാൻഡിൽ കൂടി ഒന്ന് നോക്കാം. ശരി.